കാലവർഷം തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടനാട്ടിൽ സുലഭമായിട്ട് കാണുന്നൊരു കാഴ്ചയാണ് മീൻപിടുത്തം എന്ന് പറയുന്നത്. നമ്മളെ രാവിലെ തന്നെ നല്ലൊരു മഴയും കഴിഞ്ഞിട്ട് ആ മഴയൊന്ന് തോർന്ന് ചെറിയൊരു ചാറ്റൽ മഴ വന്നപ്പോഴത്തേക്ക് പുറത്തോട്ടിറങ്ങിയതാണ്. ഒരു വല വീശൽ കാണാൻ വേണ്ടി നിൽക്കണം. നോക്കട്ടെ വല വിരിയുന്നുണ്ടോയെന്ന്. കുളം വല നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന ചാലെന്ന് പറയുന്നത് പാടത്തിലേക്ക് വെള്ളം കയറ്റി ഇറക്കുകയും ചെയ്യുന്ന ചാലാണ്. അപ്പോൾ ഇഷ്ടംപോലെ മീൻ ഇതിൻ്റെ അകത്ത് കാണും ചാലിലൊക്കെ. വലയ്ക്കകത്ത് എന്തോ കിടന്ന് അടിക്കുന്ന തോന്നുന്നുണ്ട്. അപ്പം മീൻ എന്തായാലും കയറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഈ വല വീശിയിട്ടെ മീൻ പിടിക്കുന്നതിനെക്കാട്ടിയും പാടി ഈ വല ക്ലീൻ ചെയ്യുന്ന ഇതിങ്ങനെ വല കുടഞ്ഞെടുക്കണം. ഒന്നാമത്തെ വലയ്ക്ക് തന്നെ കിട്ടിയ മീനാട്ടെ ഇത്. അപ്പുറത്ത് ദൂരെ ആൾക്കാർ നിന്നുകൊണ്ട് പല രീതിക്ക് മീൻ പിടിക്കുന്നുണ്ട്. വല വീശൽ മാത്രമല്ല പല പല മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത്തെ വലയ്ക്ക് അത്യാവശ്യം മീൻ കിട്ടിയപ്പോഴത്തേക്ക് ആവേശം കൊണ്ട് പിന്നെയും വീശി എറിയുക വല. വീശുന്നതെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. പക്ഷേ നടുവേദനയും പുറം വേദനയൊക്കെ എടുക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ദൂരെ അവിടെയും അവർ വല വെക്കുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഈ പാടത്തിൻ്റെ വരമ്പിലൂടെ നടക്കുമ്പോഴത്തേക്ക് സൂക്ഷിക്കണം. കാരണം ഈ മഴ പെയ്ത് ചെളി ഇങ്ങനെ നല്ല തെന്നുന്ന പരുവത്തിലാണ്. ഒരു കടുക് മണി വ്യത്യാസത്തിൽ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാൽ ദേ കിടക്കുന്ന വെള്ളത്തിൽ. ചാലുകളിലെ മീൻ പിടിക്കുന്ന മറ്റൊരു മെത്തേഡാണ് ഇത്. വല ഇങ്ങനെ ഇട്ടിട്ട് അവർ മീനെ ഓടിച്ച് കയറ്റുന്ന പരിപാടിയാണ്. അവർക്ക് എന്തോ കിട്ടിയിട്ടുണ്ട് മീൻ. വാഹയും സിലോപ്പയും വരാലും ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. സാധാരണ നമ്മുടെ ചാലുകളിൽ നിന്ന് കിട്ടുന്ന ഇതൊക്കെയാണ് കാരി, വാഹ, വരാൽ, ചേറുമീൻ. ഈ ചാലിൻ്റെ ഒരു സൈഡിൽ കൊണ്ടുവന്ന് ഇവർ വല വെച്ചിട്ടെ മറ്റേ സൈഡിൽ നിന്ന് ഇങ്ങനെ അവർ നടന്ന് ഈ മീനെ ഇളക്കി മുന്നോട്ട് കൊണ്ടുവരും. എന്നിട്ട് ഈ മീനെല്ലാം കൂടെ വന്ന് ഈ വലക്കകത്ത് വന്ന് കയറും. അങ്ങനെ ഈ മീൻ പിടിക്കുന്നത് കിട്ടുന്നതനുസരിച്ചിട്ട് ആ മീനെല്ലാം കൂടെ അവർ ആ കലത്തിൻ്റെ അകത്തോട്ട് മാറ്റും. നമുക്കെങ്കിൽ പതുക്കെ തിരിച്ചിങ്ങ് വിട്ടേക്കാം. നമുക്ക് വീണ്ടും നടന്ന് കുറച്ച് ദൂരം പോകാനുണ്ട്. ഇത് ഈ കാണുന്ന മോട്ടോറേയാണ്. മോട്ടോറയുടെ അപ്പുറത്ത് ഒരു നിർത്തിയിട്ടില്ല കേട്ടോ വീശൽ. മീൻ കിട്ടുന്നതിൻ്റെ ആവശ്യത്തിൽ പിന്നെയും വീശിക്കൊണ്ടിരിക്കുക. മനുഷ്യന്മാർക്ക് മാത്രമല്ല പക്ഷികൾക്കൊക്കെ അതൊരു ചാകരക്കാലമാണ്. എല്ലാം കഴിഞ്ഞ് പോയേക്കാന്ന് വെച്ചപ്പോഴത്തേക്ക് ഇതെൻ്റെ അടുത്ത ആളെ നിന്നോട്ട് ചൂണ്ടയിടുന്നു. എങ്കിൽ പിന്നെ അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോയേക്കാന്ന് വിചാരിച്ച്. എല്ലാം കിട്ടുമോ? കിട്ടിക്കൊണ്ടിരുന്നതാണ്. നിങ്ങൾ വന്നുകൊണ്ട് കിട്ടുമോ ഇല്ല എന്നുള്ള നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കുമെന്നാണ് പറഞ്ഞേ. നമുക്ക് നോക്കാം. വേണ്ട മീൻ ചാടുന്നു. ഇത് അവിടെ എല്ലാം മീൻ ചാടുന്നുണ്ട്. കുത്തി. ആ എടുത്ത് യാ മോനെ കിട്ടി മോനെ. യാ പൊളി. പൊക്കിയോ. കിട്ടി. നമ്മുടെ നാട്ടിൽ ഇതിന് കല്ലേമുട്ടി അല്ലെങ്കിൽ ചെമ്പല്ലി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിൻ്റെ പേരെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഈ പിടിക്കുന്ന മീനെല്ലാം കൂടെ ഒരു ബോക്സിൻ്റെ അകത്തോട്ട് ഇട്ട് വെക്കുന്നുണ്ട്. മഴക്കാലത്ത് എങ്ങോട്ട് തിരിഞ്ഞാലും മീനാണ്. അത് തോട്ടിലും കായലിലും ആറ്റിലും എല്ലാം ഇതിന് ഇഷ്ടം പോലെ മീനാണ്. തോട്ടിൽ തന്നെ നോക്കിയേ വയമ്പിങ്ങനെ നല്ലതുപോലെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ടോ ചെറുതായിട്ട്. കുട്ടനാടിൻ്റെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.